ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി കുക്കറപ്പത്തിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ. അപ്പോൾ വൈകിട്ടുള്ള ചൂട് ചായയുടെ കൂടെ നമ്മുടെ മക്കൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ഐറ്റം. ഒട്ടുമിക്ക പേരും കുക്കറപ്പം റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്ക് അരി കുതിർക്കി അരക്കൊക്കെ ചെയ്തെടുക്കണം. അതൊന്നുമില്ലാതെ നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുക്കറപ്പം റെഡിയാക്കി എടുക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ. അപ്പം ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് ചോറ് വെച്ചിട്ട് നല്ല പഞ്ഞി പോലുള്ളൊരു പലഹാരമാണ് റെഡിയാക്കി എടുക്കുന്നത്. അതും നമ്മുടെ കുട്ടികളൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം. അപ്പോൾ നമ്മൾ ഉച്ചക്കൊക്കെ ചോറ് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇതേപോലെ ഒരു കപ്പ് ചോറൊക്കെ എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. വളരെ സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് 250 ml കപ്പിൽ ഒരു കപ്പ് ചോറെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 4 ഏലക്കയുടെ കുരു ചേർക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ജീരകം, നല്ല ജീരകം, ക്യുമിൻ സീഡ് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ഒരു ചോറ് മിക്സിയുടെ ചെറിയ ജാറിൽ നമുക്കൊന്ന് അടിച്ച് പേസ്റ്റാക്കി കൊണ്ടുവരാം. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട്, ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ചോറൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് അരഞ്ഞു വരും. പിന്നെ നമുക്കിതൊന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മൾ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാട്ടോ. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ കൂടെ തന്നെ ഇതൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്കിതൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചോറൊക്കെ നല്ലപോലെ മിക്സർ ജാറിൽ നിന്ന് എടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചോറെടുത്ത അതേ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം, നമ്മൾ ശർക്കര പാനി ഒന്ന് മെൽറ്റാക്കി എടുക്കാൻ വേണ്ടി നമുക്കൊന്ന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ ഞാനിത് അവിടെ ഒരു 3 ഇഞ്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ കയ്യിലുള്ളത് ജസ്റ്റ് ഒന്ന് പൊട്ടിയെടുത്തിട്ടുള്ള ശർക്കര കേട്ടോ. അപ്പം ഇനി ഇതേപോലെ നമുക്കൊരു തവി വെച്ചിട്ട് പെട്ടെന്നൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് നമ്മൾ റെഡിയാക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു വെള്ളത്തിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി റെഡിയാകുമ്പോഴേക്കും ഞാനിതാ നമ്മൾ അടിച്ചു വെച്ച് നമ്മുടെ ഈ ഒരു ചോറിലേക്ക് അതേ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് വറുത്ത അരിപ്പൊടി നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് കലക്കിയെടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കാതെ പതുക്കെ നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് കലക്കിയെടുത്താൽ മതിയാവും. ഞാനിതാ ഇതേപോലെ ഒരു വിസ്ക് വെച്ച് നമുക്കൊന്ന് കലക്കി അങ്ങ് എടുക്കാം. കട്ടകളില്ലാതെ ഒന്ന് കലക്കിയെടുത്താൽ മതിയോ. അപ്പോൾ ഇതാ നല്ല പോലെ നമ്മൾ ഒട്ടും കട്ടയില്ലാതെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല തിളച്ച നമ്മുടെ ശർക്കരപ്പാനിയും ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അവിടെ ഒരു പൊടി വെന്ത് പോവാത്ത രീതിയിൽ കലക്കിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക.
നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പിന്നെ ഞാനിതാ ഒരു 6-7 ചുവന്നുള്ളി ചെറുതായി നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് തേങ്ങാ കൊത്തും എടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറുത്ത എള്ള് ഇതിലേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ എടുക്കാം കേട്ടോ. അരിഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ചുവന്നുള്ളി ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് നല്ലൊരു ബ്രൗൺ കളർ ആവണ വരെ മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അരി കുതിർക്കുകയോ അതേപോലെ തന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ 1 കപ്പ് ചോറുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സോഫ്റ്റായിട്ടുള്ള ഒരപ്പം. ഇനി നമ്മളിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒഴിക്കാം. ഒരു 2-3 മിനിറ്റ് തന്നെ നമ്മൾ കുക്കറൊന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഇതേപോലെ എല്ലാ വശവും ഒന്ന് ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാനിതൊരു 3 മിനിറ്റോളം നമ്മൾ കുക്കറൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇതേപോലെ സൈഡൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് കുക്കറൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കുക്കറിൻ്റെ എല്ലാ വശവും നല്ലപോലെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റോളം നമ്മുടെ ഈ ഒരു കുക്കറൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതുവരെ ഇതൊന്ന് റെഡിയായി വരട്ടെ. അതല്ല നിങ്ങൾക്ക് പഴയ തവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മീതെ നമ്മുടെ കുക്കറൊന്ന് കയറ്റി വെച്ച് റെഡിയാക്കി എടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഡയറക്റ്റ് തന്നെ റെഡിയാക്കി എടുക്കുന്നത്. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കുക. പിന്നെ ഇതൊന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കുക്കറപ്പം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഒരു 30 മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊന്ന് തുറന്ന് നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അരി കുതിർക്കാതെ വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലുള്ളൊരു കുക്കറപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഞാറ് പോലെയാണ് നമ്മളിത് ഇതിൻ്റെ ഉള്ളിൽ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? നല്ല സോഫ്റ്റാണിത് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റും കേട്ടോ. അപ്പോൾ വൈകിട്ടുള്ള ചായയുടെ കൂടെയൊക്കെ കിഡിലെ നൈറ്റാണ്. വളരെ പെട്ടെന്ന് നമുക്ക് അരി കുതിർക്കാതെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഒരു ഐറ്റം. അപ്പോൾ ഇതാ നമ്മുടെ കുക്കറപ്പം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല സോഫ്റ്റ് ആട്ടോ. അതുമാത്രമല്ല നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കുക്കറപ്പം നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ ഒട്ടുമിക്ക പേരും അരി അരച്ച് കുതിർത്ത് എന്നിട്ടൊക്കെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കാറ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള രീതിയാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.